പോലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഇസ്ലാമോഫോബിയ സ്വഭാവമുള്ള സംഭവമാണ് കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള വളയത്ത് നടന്നത്. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓണ ദിവസം നടന്ന ഒരു സാധാരണ അടിപിടി കേസിലെ പ്രതികൾ മുസ്ലിങ്ങളാണെന്നും പരാതിക്കാരൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണെന്നും മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അടിച്ചതിൽ പ്രദേശത്തെ ഹിന്ദുക്കൾ കടുത്ത അതൃപ്തിയിലുമാണെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പ്രഥമ വിവര റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു പരാമർശം റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അടിപിടി കേസിൽ പരാതിക്കാർക്കില്ലാത്ത ആരോപണങ്ങൾ പോലീസ് സ്വയം എഴുതി ചേർത്തുവെന്നത് ഗൗരവതരമാണെന്നും വിമർശനമുയർന്നു. രാജ്യത്തെ ഇസ്ലാമോഫോബിയ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗവൺമെന്റ് ഏജൻസിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് എന്നിരിക്കെ കേരളത്തിലെ മുസ്ലിം സമുദായത്തോടുള്ള പോലീസ് സമീപനങ്ങൾ പ്രസ്തുത നിരീക്ഷണത്തിന് ബലം പകരുന്നതാണ്. പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ സിറാജുന്നീസ വധക്കേസിൽ പ്രവർത്തിച്ച സമാന മനോനില കേരള പോലീസ് ഇന്നും കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.